സ്ത്രീകൾ മാത്രം കച്ചവടം ചെയ്യണ ഒരു ബീച്ച് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആണുങ്ങളെ പോലെ ചുമട്ട് ജോലി എടുക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പൊ എനിക്ക് നോട്ടം കിട്ടിയേക്കണം നമ്മുടെ തലസ്ഥാനത്തോട്ടാണ്. ലോങ് പോകാനുള്ള കാരണം ഒറ്റയടിക്ക് 3000 രൂപ ഡീസൽ അടിച്ച് വണ്ടീനെ അങ്ങോട്ട് ഹാപ്പി ആക്കി. പാലക്കാട് ഓട്ടം കഴിഞ്ഞ് വൈപ്പിലെത്തിയപ്പോ തന്നെ മുതലാളി എന്റെ അടുത്ത് പറഞ്ഞു, പോവാ നിക്കല്ലേ, അടുത്ത ഓട്ടം ഉണ്ട്, അതും തിരുവനന്തപുരത്തോട്ടെന്ന്. നിങ്ങൾക്ക് എന്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവട്ടെ ഉറക്കമൊന്നും കിട്ടിയിട്ടില്ലെന്ന്. തിരുവനന്തപുരം കേട്ടപ്പോ തന്നെ ഞാൻ അങ്ങാട് ഓക്കെ പറഞ്ഞു. നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. 60 ബോക്സ് ചാളയും കയറ്റി സമാധാനമായിട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. പാണ്ഡ്രട അങ്ങോട്ട് ദേഹട്ടക്കണ ഹൈക്കോടതിയിൽ ഒരു ഒട്ടുക്കത്ത ബ്ലോക്ക്. അങ്ങനെ ബ്ലോക്കും താണ്ടി തിരുവനന്തപുരം എത്തിയപ്പോഴേക്കും പിറ്റേ ദിവസം രാവിലെ 6 മണിയായി. അങ്ങനെ കടാപ്പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിടന്നപ്പോഴാണ് നമ്മുടെ ഒരു പരിചയക്കാരനെ കണ്ടത്. നമ്മ മുൻപോടിരുന്ന കമ്പനിയിലെ പരിചയക്കാരനായ ഒരു വ്യാപാരിയാണ്. ഉത്സവപ്പറമ്പിൽ ആൾക്കാർ വന്നേക്കണ പോലെയുണ്ട് ഇവിടുത്തെ കടപ്പുറത്ത് ആൾക്കാർ കച്ചവടം ചെയ്യാനും മീനും വാങ്ങാനും വന്നേക്കണത്. അത്രക്ക് ജനസാഗരമാണ് നമ്മുടെ ഈ കടപ്പുറത്ത്. ഈ മച്ചാനായിട്ട് നമ്മുടെ മീൻ സെല്ല് തന്നത്. ഈ കടപ്പുറത്ത് എവിടെ നോക്കിയാലും കൂടുതലായിട്ടും കാണുന്ന ചേച്ചിമാരേണ്ട. കച്ചവടം ചെയ്യാനാണെങ്കിലും ബോക്സ് ചുമക്കാനാണെങ്കിലും ഐസ് പൊടിക്കാനാണെങ്കിലും ഇവിടുത്തെ പണിയെടുക്കാനാണെങ്കിലും മീൻ വാങ്ങാനാണെങ്കിലും കൂടുതലും ചേച്ചിമാരാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ള മാർക്കറ്റിലൊക്കെ യൂണിയൻ ചേട്ടന്മാര് ചെയ്യണ പോലെ തന്നെ ജോലിയാണ് ഇവരും ഇവിടെ ചെയ്യണത്. കച്ചവടക്കാര് വാങ്ങണം മീൻ ഇവിടുത്തെ ചേച്ചിമാര് തലേ ചുമന്നുണ്ടാണ്ട് അവരുടെ വണ്ടി കൊണ്ട് വെക്കണത്. തലേ ചുമക്കാണ്ട് വേറൊരു വഴിയില്ലട്ടെ. കാരണം ഇവിടെ ബോക്സ് കൊണ്ടുപോകാനായിട്ട് യാതൊരു സംവിധാനം ഒന്നും ഇല്ലട്ടോ. ഉത്സവപ്പറമ്പിൽ ആനകൾ നിരന്നിരിക്കണ പോലെയാണ് നമ്മുടെ ഈ കടപ്പുറത്ത് വണ്ടികൾ നിരന്നിരിക്കണത്. നമ്മുടെ ഈ മാർക്കറ്റുള്ള ടൈമിൽ ഇവിടെ വേറെ ചെറിയ കച്ചവടക്കാർ വരോട്ടോ. ഉപ്പ് വിൽക്കാനാണെങ്കിലും കത്തിക്ക് മൂർച്ച കൂട്ടണവരാണെങ്കിലും ചെറിയൊരു ഡ്രസ്സ് വിൽക്കാനാണെങ്കിലും പിന്നെ ചായക്കടയാണെങ്കിലും ഇവിടെ ഇങ്ങനെ കുറച്ച് കച്ചവടക്കാരുണ്ടാവട്ടോ. ഇവിടെ മീൻ വാങ്ങാൻ തന്നെ ചെറിയ ചെറിയ കച്ചവടക്കാരാണ്. അവര് കൂടുതലും വന്നത് പാസഞ്ചർ ഓട്ടോണ്. ഇവിടെ തിരിഞ്ഞാലും കൂടുതലും പാസഞ്ചർ ഓട്ടോ കാണാൻ പറ്റണത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വീടുകൾക്ക് ഇങ്ങനെ മതിലുകളോ വേലികളോ ഒന്നും കിട്ടിയൊന്നും തിരിച്ചിട്ടൊന്നുമില്ലട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.